നമ്മളിന്നേ വീഡിയോയിൽ പറയാൻ പോകുന്നതേ നമ്മളെ മാർക്കറ്റ് പ്രോന്റെ ഫ്ലോറിൽ ഉപയോഗിക്കുന്ന ഈ ഗ്രാനുൾസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ പല ഡൗട്ടുകളും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതായത് നമുക്ക് പല ആളുകളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് നമുക്ക് എങ്ങനെയാണ് ഫ്ലോറിൽ ചെയ്യാൻ പറ്റുക, എല്ലാ ഫ്ലോറിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം, നമുക്കിത് ലെവലായി ഫിനിഷായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മളെ തേപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെയ്യുന്നതാണ്. ഇനി അതെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ മുകളിൽ. അതേപോലെ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രധാന ഡൗട്ടാണ്, ഇത് നമുക്ക് നല്ല ടൈല് പോലെ അല്ലെങ്കിൽ മാർബിൾ പോലെയൊക്കെ ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുമോ, അല്ലെങ്കിൽ ആ ഒരു മിനുസ് ഉണ്ടാവും? ഇത് അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇത് അത്തരത്തിൽ ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ഇല്ല. അത്തരത്തിലാണെങ്കിൽ പിന്നെ നമുക്ക് ടൈൽ തന്നെ ഇട്ടാൽ മതിയല്ലോ. കാരണം ഇതേ പാറ്റേണിലും ഇതേ ഡിസൈനൊക്കെ വരുന്ന ടൈലുകൾ ഒരുപാടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടച്ച് ആൻഡ് ഫീലും ഇതിൻ്റെ ആ പ്രീമിയം ലുക്കുമാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടെക്സ്ചർ ഫിനിഷാണ് ഉണ്ടാവുക. എന്നാൽ നമുക്ക് എന്താണ് വാഷ് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഇത് റെസിൻ അപ്പോക്സി വെച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്ലേസിങ്ങും ഫിനിഷിങ്ങും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഒരു ടെക്സ്ചർ ഫിനിഷ് ഉണ്ടാവും. നമുക്ക് ഒരു ചെറിയൊരു ഗ്രിപ്പ് പോലെ, ഒരു തരി പോലെ എന്ന് പറയുമല്ലോ, അതുപോലെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലൊരു പ്രീമിയം ലുക്ക് വേണം, വെറൈറ്റി വേണം, നമ്മളെ ഫ്ലോറിങ്ങിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ പ്രൊഡക്റ്റ് ചെയ്യുക. അതേപോലെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യുമോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആളുകൾ ചോദിക്കാറുണ്ട്. ശരിക്കും ഇത് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നതല്ല. ഇപ്പം നമുക്ക് ചുമരിലൊക്കെ ഈ പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം മറ്റുള്ള പുട്ടി വർക്ക്, മറ്റുള്ള ടെക്സ്ചർ വർക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ കോസ്റ്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്ലോറിൽ നമുക്ക് ഇതിനേക്കാളും കുറഞ്ഞ കോസ്റ്റിൽ ചെയ്യണമെങ്കിൽ, ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈലുകൾ തന്നെ കുറഞ്ഞ കോസ്റ്റിൻ്റെ അവൈലബിൾ ആണ്. കാരണം 20 രൂപ, 30 രൂപ, പണിക്കൂലിയൊക്കെ ചേർത്ത് 50 രൂപയൊക്കെ മാക്സിമം വരുള്ളൂ. അത്തരത്തിൽ നമുക്ക് കിട്ടും. പക്ഷെ ഇത് ചിലവ് കുറക്കുക എന്നുള്ള രീതിയിലല്ല. ഇനിയിപ്പോൾ നമുക്ക് എന്താണ്, നമുക്കിത് ചെയ്യണം വീട്ടിൽ, അങ്ങനെയാണ് ഫുള്ളായിട്ട് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും സ്പെഷ്യൽ ഏരിയകൾ, ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും സിറ്റിങ്ങിൻ്റെ ഏരിയ ഉണ്ടാവും, ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഓരോ ഏരിയകൾ ഉണ്ടാവുമല്ലോ ഓരോ വീട്ടിലും. ആ ഏരിയകളിൽ മാത്രം ചെയ്താലും മതി. എന്നാലും നമുക്ക് ആ ഒരു പ്രീമിയം ലുക്ക്, ആ ക്വാളിറ്റി ഫീൽ ചെയ്യും. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ ആളുകൾ ചോദിക്കാറുണ്ട്, ഇത് ഈട് നിൽക്കുമോ, എത്ര കാലം നിൽക്കുമോ, വാഷ് ചെയ്യാൻ പറ്റുമോ, ക്ലീൻ ചെയ്യാൻ പറ്റുമോ? അതെ, ഇത് നമുക്ക് എത്ര കാലം നിൽക്കുന്ന പ്രൊഡക്റ്റാണ്. കാരണം നാച്ചുറൽ സ്റ്റോൺ ആണ്, അതും റെസിൻ അപ്പോക്സി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ എത്ര കാലം നിൽക്കും ചെയ്യും. നമുക്ക് വെള്ളമൊക്കെ ആക്കി തുടച്ച് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ചെയ്യും കേട്ടോ. ഇതിൽ വ്യത്യസ്ത കളറുകളിലും വ്യത്യസ്ത പാറ്റേണുകളിലും അവൈലബിൾ ആണ്. ഇത് ആവശ്യമുള്ള ആളുകൾ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് വിട്ടാൽ മതി. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇതിൻ്റെ സാമ്പിൾ കിറ്റ് അവൈലബിൾ ആണ്. 1 കിലോ റെസിൻ അപ്പോക്സിയും അതിൻ്റെ കൂടെ ഗ്രാനുൾസും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും. അതിന് 1000 രൂപയാണ് കിറ്റിന് വരുന്നുള്ളൂ. ഫ്രീ ഡെലിവറിയാണ്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് വിട്ടുള്ളൂ. ഡീറ്റെയിൽ